നീ എന്തോ അല്ല ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുമെന്നും പറഞ്ഞല്ലേ ഭരിക്കാൻ കയറുന്നേ. എന്നിട്ട് എന്താ ചെയ്യുന്നത് അവര്? ഈ ജീവന് സംരക്ഷണമില്ല, സ്വത്തിന് സംരക്ഷണമില്ല. അത് നമുക്കറിയണ്ട. നമുക്ക് നമ്മൾ എല്ലാം മറിച്ചിട്ടേക്കുക. അപ്പൊ നമുക്ക് ഇത് പിന്നെ സംരക്ഷണം തരണം. നമ്മുടെ സ്വത്തിനും നമ്മുടെ കൃഷിക്ക്, നമ്മൾ കൃഷി ചെയ്ത ഉപജീവനം കഴിയുന്നത് ഒരു സംഭവം. ഇതിങ്ങനെ ഇത്രയും കാലം ഞങ്ങൾ ഈ കൃഷി കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. കൃഷി ചെയ്ത കണ്ടോ, ഈ ഇവിടെ എല്ലാം ഇങ്ങനെ ചവിട്ടി അങ്ങോട്ട് പോകും തോറും പിന്നെ അവിടെ മൊത്തം വേലി. ഇവിടാണ് ആന ഞങ്ങൾ ചാടിച്ചപ്പോ ഇറങ്ങിയതായത്. കണ്ടോ ഇത്രയും വർഷത്തിനോടകം ഏതാണ്ട് ഞങ്ങളൊക്കെ ഇപ്പൊ 3ാമത്തെ തലമുറയാ. അതിനോടകം ആദ്യമായിട്ടുള്ള സംഭവം. അതുകൊണ്ട് ഇവിടെ ആന ഇറങ്ങിയിരിക്കുന്നത് പാടുണ്ട്. ഞങ്ങള് പടകം പൊട്ടിച്ച് ഇറക്കിയപ്പോ ചാടിച്ച അങ്ങനെ. നമ്മുടെ വീട്ടിൽ ആരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ അല്ല മറ്റ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗക്കാരോ ആരുമില്ല. ഞങ്ങള് കൃഷി കൊണ്ട് മാത്രമാണ് ഈ ജീവിതം കഴിയുന്നത്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തൊട്ടേ ഫോറസ്റ്റുകാരോടെല്ലാം പറയുന്നുണ്ട്. അവരാരും ഒരു ആക്ഷനും ഇത് ആയിട്ടെടുക്കുന്നില്ല. ഇപ്പൊ തന്നെ രാവിലെ വിളിച്ചു പറഞ്ഞ അവരാരും ഒന്ന് നോക്കാൻ പോലും ഇതുവരെ വന്നിട്ടില്ല. വർഷങ്ങളായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെയൊക്കെ 3 തലമുറയ്ക്ക് മുമ്പ് തൊട്ട് ഇവിടെ താമസമുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 125 വർഷത്തിൽ മേല് തൊട്ടേ. അപ്പോൾ അന്ന് ഇതൊന്നും ആനശല്യം ഉള്ളതായിട്ട് പറഞ്ഞ് കേട്ടിട്ടുമില്ല, മറ്റൊന്നും ഇല്ല. പിന്നെ ഇവിടുന്ന് തന്നെ ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കുമ്മണ്ണൂരൊക്കെ ഉള്ളൂ. ഫോറസ്റ്റിൻ്റെ പരിധിയും കുമ്മണ്ണൂരാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ജനങ്ങൾ താമസിക്കുന്ന ഭാഗത്തോട്ട് ഇങ്ങനെ ആനയുടെ ശല്യം ഉണ്ടായാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഇപ്പം ഇവിടെ പിന്നെ വാഴയെടുത്തു, തെങ്ങെടുത്തു, പിന്നെ റബ്ബറൊക്കെ ഒടിച്ചാലും വലിയ ശല്യം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ കൃഷി ശല്യം ഉണ്ടാക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടിയല്ലേ കൃഷി ചെയ്യുന്നത്. ഇപ്പം വീടിന്റെ സമീപത്തൊക്കെ അതുപോലെ തന്നെ ഇവിടെ പ്രായമുള്ളവരുണ്ട്. പ്രായമുള്ള ഇപ്പം വീട്ടിൽ 2 പേരും ഇവിടെ കിടക്കുന്ന, അവരൊക്കെ ആന വന്നാൽ ഇറങ്ങി ഓടാൻ പോലും ഒക്കാത്ത സാഹചര്യമാണ്. അപ്പോൾ ഒരു 20 മീറ്ററിൻ്റെ അകലെയുള്ള വീടും ഈ ആന വന്നതുമായിട്ടുള്ള ഒരു അകലം എന്ന് പറയുന്നത്. പിന്നെ ഇച്ചിരി കളന്ന് നിൽക്കുന്ന വീട് ഭാഗം ആയതുകൊണ്ട് മറ്റു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെ രാത്രികാലങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് ഉപദ്രവമൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെ ആളപായം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോന്നി ടൗൺ എന്ന് പറഞ്ഞാൽ എരിയറക്കിലെ ഒരു മെയിൻ റോഡുമായിട്ട് 3 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഈ പറഞ്ഞ സ്ഥലമായിട്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ 3.5 കിലോമീറ്ററുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അത്രയും അടുത്ത് കിടക്കുന്ന ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഈ പ്രദേശത്ത് ഇത്രയും ആനയുടെ ശല്യം ഉണ്ടായാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്കിപ്പം കല്ലിൽ തോട്ടം അവിടെയൊക്കെ ആനയുണ്ടെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയയോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ബൂത്ത് 124-ാം ബൂത്തിനകണ്ട് 214-ാം ബൂത്തിനകണ്ട് ആനയുടെ ശല്യം ഉണ്ടായെന്ന് പറയുന്നു കേട്ടോ. എന്തായാലും മറ്റേ ഇലക്ഷനെയൊന്നും ബാധിച്ചില്ല അത്. അപ്പം അവിടെ ഇങ്ങനെ കൃഷി ശല്യം ഉണ്ടാക്കുന്നതായിട്ടാണ് അറിവ്. അവിടെ ഓരോരുത്തർ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നതാണ്. ഫോറസ്റ്റുകാരെ വിളിച്ച് അവർ വന്ന് കണ്ടു പോകുന്നു. അല്ലാതെ ഇവിടെ അവർ പറയുന്നത് ഇവിടെ ഫെൻസിങ് ചെയ്യുന്നു, അത് ചെയ്യുന്നു. പക്ഷേ എവിടെ ഫെൻസിങ് ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയാൻ വയ്യ. ഇങ്ങനെ ഫെൻസിങ് ചെയ്യുന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുമില്ല. ഫെൻസിങ് പരിഹാരമാണ്, പക്ഷേ അത് വേണ്ട വിധത്തിൽ ചെയ്യണം. അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഈ കിടങ്ങ് ഒഴിക്കുക എന്ന സംവിധാനമുണ്ട്. അതൊക്കെയാണ് വർഷങ്ങളോളം നിലനിൽക്കും. ഇത് ആ സംവിധാനം ഇന്ന് ഈ കാലങ്ങളിൽ അത് പൊഴിക്കുന്നതിനൊന്നും യാതൊരു പാടുമില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് JCB ഒക്കെ ഉള്ളതുകൊണ്ട് ഈ കിടങ്ങ് ഒഴിക്കുന്നതിനൊക്കെ എളുപ്പമാണ്. പണ്ട് ആളുകൾ നിന്ന് കുഴിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ ഉളിയനാട്ടൊക്കെ കിടങ്ങ് ഒഴിച്ചിട്ടുണ്ട്. അവിടെയും വനത്തിന് നടുവേ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഇതൊന്നും ശല്യം ചെയ്യുന്നില്ലല്ലോ. അന്ന് സ്വകാര്യ വ്യക്തികൾ തന്നെ അത് കുഴിപ്പിച്ചെടുത്ത കിടങ്ങുകളാണ്. ഇന്നും അത് നിലനിന്ന് പോകുന്നുണ്ട്. പിന്നെ കൃഷിയുടെ ഇന്നത്തെ ഈ വളത്തിൻ്റെയൊക്കെ വില വെച്ച് നോക്കുമ്പോൾ കൃഷിയൊക്കെ ഒരാളെ നിർത്തണേ 1000-1200 രൂപ ശമ്പളം കൊടുക്കണം. അങ്ങനെ ഒരാൾ ഒരു ദിവസം എന്തുമാത്രം കൃഷി ചെയ്യുന്നതിന് പോലും നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പോൾ ആ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വാഴക്കൊല പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നതായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഇത് വെച്ച് നോക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഒരു കൃഷി ചെയ്ത് ഇന്ന് നമുക്ക് പിന്നെ അതിൻ്റെ വിളവെടുക്കണമെങ്കിൽ. നമ്മൾ ഒരു 6-9 മാസം വേണം ഒരു ഏത്തക്കൊല വിളഞ്ഞ് നമുക്ക് ഒന്ന് പാകമായി വരണമെങ്കിൽ. ഇന്ന് ഒരു വാഴക്കൊലയൊക്കെ വേണമെങ്കിൽ 50 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലർ പറയുന്നത് വില കൂടുതലല്ല. പക്ഷേ ഒരു കൃഷിക്കാരൻ അതിന് യഥാർത്ഥത്തിൽ അതിൻ്റെ വില കിട്ടുന്നത് പോലുമില്ല. സർക്കാർ ഇടപെടുന്നുണ്ടെങ്കിലും ഈ കേന്ദ്രത്തിൻ്റെ ഈ നിബന്ധനയാണ് ഇവിടെ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. കേന്ദ്ര വന നിയമം ഇതിനൊരു പരിഹാരം കണ്ടെത്തിയാലേ ഇവിടെ ഒരു ജനങ്ങൾക്കിടയിൽ ഇതിനൊരു സംതൃപ്തിയായിട്ട് പോവുകയുള്ളൂ. അല്ലാതെ ഇത് പോകത്തില്ല. വന നിയമം നമുക്ക് എപ്പോഴും
ഇങ്ങനെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു ഇതായിട്ട് കിടക്കുവാണ്. അത് എങ്ങനെ പരിഹരിക്കാമെന്ന് കേന്ദ്രം ഭരിക്കുന്നവർ തീരുമാനിക്കണം. കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് അംഗൻവാടിയാണ്. ഈ അംഗൻവാടിയിൽ നിന്ന് ഇതുമായിട്ട് ഒരു 50 മീറ്റർ പോലും ഇല്ല, അത്രയ്ക്ക് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ തലമുറയിലുള്ളവർ ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. പിന്നെ പന്നി ശല്യം പ്ലാവും ഒക്കെ ഉണ്ട്. അത് ഇങ്ങനെ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ വരുന്നുണ്ട് പന്നിയൊക്കെ. 3 മണിയോട് കൂടി ഒരു സൗണ്ട് കേൾക്കുക. ഞങ്ങൾ ഇറങ്ങി നോക്കിയപ്പോൾ ഇത് എന്താണെന്ന് അറിയത്തില്ല, 2 പടക്കം പൊട്ടിച്ചപ്പോൾ അവിടുന്ന് സൗണ്ട് മാറി. നേരം വെളുത്ത് നോക്കിയപ്പോൾ വാടയെ എടുത്ത് ഈ 2-3-4 കിലോമീറ്റർ പടിഞ്ഞാറ് നാശങ്ങൾ ചെയ്തിരിക്കുക. തെങ്ങ് വീഴുക, ഈ റോഡ് സൈഡ് മുഴുവൻ ഇങ്ങനെ, ആറ്റ് സൈഡ് മുഴുവൻ ഈ പ്രശ്നങ്ങളാണ്. ആദ്യമായിട്ടാണ് ഇന്ന് വരെ ഇത് വന്നിട്ടിരിക്കുന്നത്. അങ്ങേക്കര വന്നിട്ടുണ്ട് ആറ്റനാറിനെ, ഇങ്ങനെ ശല്യമേ ഉണ്ടായിട്ടില്ല. പന്നി വരും, യാന ആദ്യമായിട്ട്. ഇപ്പൊ എല്ലാവരും ഭയപ്പാടില്ല. അടുത്ത് കോന്നിക്ക് 2-2.5 കിലോ 3 കിലോമീറ്ററേ ഉള്ളൂ. അക്ഷയ കൊടുത്തിട്ട് എണ്ണവും അക്ഷയുടെ നോക്കുമ്പോൾ എത്ര സെന്റിനാണ് ആ ഭാഗത്തൊക്കെ മേലില്